ഹോണ്ടയിലെയും കൈനറ്റിക്കിലെയും എഞ്ചിനീയർമാർക്ക് 16 കൊല്ലെടുത്തു ഇങ്ങനെ ഒരു ചോക്കുള്ള വണ്ടി ഇവിടെ വേണ്ടാന്ന് തീരുമാനിക്കാൻ. 16 ദിവസമല്ല. ഇപ്പോൾ സ്ലോ സ്പീഡ് കറക്റ്റാണ്. ഇതാണ് ഇപ്പോഴാണ് സ്ലോ സ്പീഡ് കറക്റ്റ് സ്ലോ ആയത്. ഹോണ്ട ലീഡ് എന്ന് പറയുന്നൊരു മോഡലാണ് ഈ വണ്ടി. ഹോണ്ട ലീഡ്. നമസ്കാരം, ഞാൻ ജെറാദ് പോൾ. അപ്പം നമ്മൾ വീണ്ടും തിരിച്ചു വന്നേക്കാണ്. ഒരു വണ്ടിയുടെ റിവ്യൂ ഒന്നല്ല, ഇത് കൈനറ്റിക് ഹോണ്ട. പഴയ കാലത്ത് റോഡ് ഭരിച്ചിരുന്നൊരു വണ്ടിയാണ്. നമ്മുടെ ചേതക്കൊക്കെ ഉള്ളപ്പോൾ ഒരു ഗിയർലെസ് വണ്ടിയായിട്ട് വന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. പഴയ ചേച്ചിമാരൊക്കെ ഇതുമ്പോൾ ഓടിക്കാൻ പഠിച്ച് കുറേ പേര് അങ്ങനെ ഡ്രൈവിങ് തുടങ്ങിയ വണ്ടി. കുറേ ചേട്ടന്മാർ ഗിയറുള്ള വണ്ടി ഓടിക്കാൻ മടിച്ചിരുന്നവർ ഈ വണ്ടിയൊക്കെ വന്നപ്പോഴാണ് ഓടിച്ച് തുടങ്ങിയത്. പക്ഷേ ഈ വണ്ടിക്ക് അധികം പേര് കുറേ വിജയിച്ചെങ്കിലും പെട്ടെന്ന് വിപണിയിൽ നിന്ന് ആൾ പോയി. കാരണം മൈലേജ് ഇല്ലായ്കയായിരുന്നു ഇതിൻ്റെ പ്രശ്നം. ഇതിന് വേറൊരു ചെറിയൊരു പ്രശ്നം കമ്പനി ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായിരുന്നു ഇതിന് മൈലേജ് ഇല്ലാണ്ടിരുന്നത്. അതുകൊണ്ട് കണ്ടമാനം വണ്ടികൾ പൊളിച്ച് കളഞ്ഞു, കിട്ടുന്ന വില കിറ്റ് കളഞ്ഞു. അങ്ങനെ ഇത് അധികം രക്ഷപ്പെട്ടില്ല. സെക്കൻഡ് ഹാൻഡ് വിപണിയിലൊന്നും ഇതിന് വില ഉണ്ടായില്ല. ഇത് 2 സ്ട്രോക്ക് പക്ക വണ്ടിയാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൈലേജ് ഇല്ലായ്ക. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന് മൈലേജ് കിട്ടാത്തത്? ഇത് ഓട്ടോ ചോക്കാണ് ഈ സംഭവം. അതുകൊണ്ട് മിക്ക സമയത്തും ഇതിന് ചോക്ക് വർക്ക് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇതിന് മൈലേജ് കിട്ടാത്തത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമുക്ക് നമ്മുടെ ഭൂഷൺ ചേട്ടൻ, നമ്മുടെ ഉപദേശകനും നമ്മുടെ ജ്യേഷ്ഠനുമായ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, ഹായ്, ഐ ആം ഭൂഷൺ. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കോൾ സ്റ്റാർട്ടാണ്. നോക്കിക്കോ, ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈനറ്റിക് ഹോണ്ടയുടെ ചോക്ക് സെറ്റ് കറക്റ്റ് ആണെങ്കിൽ റേസായിട്ട് നിൽക്കണം. ആക്സിലേറ്റർ ഐഡ്ലിംഗ് സ്പീഡ് റേസായിട്ട് നിൽക്കും. അത് ഏകദേശം 2 മിനിറ്റ് നേരം കഴിയും ഐഡ്ലിംഗ് സ്പീഡ് സ്ലോ ആകാനായിട്ട്. കൈനറ്റിക് ഹോണ്ട ഇത് ഇറങ്ങിയത് 84-ലാണ്. അത് കഴിഞ്ഞ് ഹോണ്ടയിലെയും കൈനറ്റിക്കിലെയും എഞ്ചിനീയർമാർക്ക് 16 കൊല്ലെടുത്തു ഇങ്ങനെ ഒരു ചോക്കുള്ള വണ്ടി ഇവിടെ വേണ്ടാന്ന് തീരുമാനിക്കാൻ. 16 ദിവസമല്ല. ഇങ്ങനെ ചോക്കുള്ള വണ്ടി വെച്ച് കഴിഞ്ഞാൽ 2-3 ദോഷങ്ങളുണ്ട്. ഒന്നാമത്, ഇപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് പോകണം. 1 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക്. 1 കിലോമീറ്റർ ഉള്ളൂ ഇരിക്കുക. ആ സമയത്ത് ചോക്ക് ഓണായിട്ടാണ് ഈ വണ്ടി സ്റ്റാർട്ടാക്കി പോവുക. തിരിച്ചു വരുമ്പോഴും ചോക്ക് ഓണാണ്. അതുകൊണ്ടാണ് കൈനറ്റിക് ഹോണ്ടയ്ക്ക് മൈലേജ് കിട്ടാത്തത്. ഓരോ പ്രാവശ്യം സ്റ്റാർട്ടാകുമ്പോഴും ഈ 2 മിനിറ്റ്, അതായത് 2 കിലോമീറ്റർ ദൂരം ചോക്ക് ഇട്ടിട്ടാണ് ഈ വണ്ടി പോകുന്നത്. ഇതുപോലൊരു ചോക്ക് ഓട്ടോമാറ്റിക് ചോക്കാണ്. ഇതുപോലൊരു ചോക്ക് വേറൊരു വണ്ടിക്കും ഇല്ല. കൈനറ്റിക് ഹോണ്ട എന്ന് പറഞ്ഞ സ്കൂട്ടറിന് മാത്രമേ ഉള്ളൂ. കാറിന് ഒന്നിനുമില്ല. എന്ത് ഉദ്ദേശത്തിലാണ് അവരിത് ഇറക്കിയതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. 16 കൊല്ലം പിടിച്ചു അവർക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത് 99 മോഡൽ വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടിയാണ്. Y2K മോഡലിന് മുമ്പുള്ള ലാസ്റ്റ് വണ്ടി. 31,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ളൂ. എനിക്ക് നേരത്തെ ഇതിന് മുൻപ് 5 കൈനറ്റിക് ഹോണ്ട ഉണ്ടായിരുന്നു. ഇതെൻ്റെ 6ാമത്തെ കൈനറ്റിക് ഹോണ്ടയാണ്. 6ാമത്തെ കൈനറ്റിക് ഹോണ്ട. ഇത് മേടിച്ചിട്ട് ഇപ്പോൾ 5 മാസമായിട്ടുണ്ട്. മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ പണവ്, ബുഷൊക്കെ മാറ്റി, ഷോക്കപ്പിൻ്റെ എല്ലാം ബുഷ് മാറ്റി, ക്ലച്ച്, വേരിയേറ്റർ, ബെൽറ്റ്, ഇത്രയും സാധനങ്ങൾ പുതിയതാണ്. പിന്നെ പെയിൻ്റ് അടിച്ചു. കംപ്ലീറ്റ് ഓരോ നട്ട് ബോൾട്ട് അഴിച്ചിട്ട് പെയിൻ്റ് അടിച്ചു. ഇപ്പോൾ സ്ലോ സ്പീഡ് കറക്റ്റാണ്. ഇതാണ് ഇപ്പോഴാണ് സ്ലോ സ്പീഡ് കറക്റ്റ് സ്ലോ ആയത്. ഇങ്ങനെ കൈനറ്റിക് ഹോണ്ട ആരെങ്കിലും കണ്ടെത്തും. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കൈനറ്റിക് ഹോണ്ട ആരെങ്കിലും കണ്ടെത്തും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ ഒരു സംശയം കിട്ടെ. അപ്പോൾ ഇതിൻ്റെ ചോക്കിന് എന്താണ് പ്രശ്നം എന്ന് പറയണേ? ചോക്കിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവീസ് മാനുവലിൽ ചോക്കിനെ പറ്റിയുള്ള സെറ്റിംഗ് പറയുന്നില്ല. സെറ്റിംഗ് ഇതിൻ്റെ ചോക്ക് സെറ്റിംഗ് ഉണ്ട്. ആ സെറ്റിംഗ് വർക്ക്ഷോപ്പ് മാനുവലിൽ പറയുന്നില്ല. വർക്ക്ഷോപ്പ് മാനുവലിൽ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ അഴിച്ചെടുക്കുക, അത് കഴിഞ്ഞൊരു ബാറ്ററി കൊണ്ടുവരിക, അത് ഇനി പിടിപ്പിച്ച് നോക്കുക. അപ്പോൾ ചോക്ക് അടയുന്നത് കാണാൻ പറ്റും എന്നാണ് പറയണത്. ഓക്കെ.
ചോക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്ന് പറയുന്നില്ല. മനസ്സിലായി? അത് അവരുടെ ഒരു വലിയ ഡിഫക്റ്റാണ്, ഹോണ്ട കമ്പനിയുടെ ഒരു ഡിഫക്റ്റാണ്. അപ്പോൾ ഈ ചോക്ക് തന്നെ റേസ് ആവും. വണ്ടി ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് പിടിക്കും ചോക്ക് ഓൺ ആവാനായിട്ട്. ചോക്ക് വണ്ടി ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അതിനകത്ത് ചുരുങ്ങി സമയമെടുക്കും. 5 മിനിറ്റ് പിടിക്കും ചോക്ക് ഫുൾ തുറക്കാനായിട്ട്. വണ്ടി ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോക്ക് തുറന്നിരിക്കും. പിന്നെ അടുത്ത പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഓണാണ്. പിന്നെ അത് അടയാനായിട്ട് 2 മിനിറ്റ് പിടിക്കും. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഓട്ടോമാറ്റിക് ചോക്കാണ്. അത് തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ അത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇങ്ങനത്തെ ചോക്ക് ഉപയോഗിക്കേണ്ടത്. 2 മിനിറ്റ് ആവും എഞ്ചിൻ വാം ആവാനായിട്ട്. അപ്പോൾ ചോക്കടയും അത് കറക്റ്റാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് പറ്റിയ ചോക്കല്ല. ഇന്ത്യയിൽ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്, കോൾഡ് ക്ലൈമറ്റ് ആണ്. ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു കാർബറേറ്ററാണ് ഇവിടെ ഇറക്കേണ്ടിയിരുന്നത്. അത് ഇറക്കി 16 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും ഇതിനുള്ള ചീത്തപ്പേര് മുഴുവൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മിക്കാർബ് എന്ന് പറഞ്ഞ കാർബറേറ്റർ ഇറക്കിയത് ചോക്ക് ഓൺ ആക്കുന്ന ടൈപ്പ്. അപ്പോൾ കറക്റ്റായിട്ട് ഐഡ്ലിങ്. അപ്പോൾ ഇത് എന്താണ് നമ്മളിത് ചെയ്യേണ്ടത്? ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആക്കി എടുക്കണമെങ്കിൽ ചോക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞൂടാ. ചോക്കുമ്പേക്ക് ആരും പോവില്ല. ചോക്കിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അങ്ങനെ സംഭവമായി തൊടില്ല. ചോക്കുമ്പോ തൊടില്ല. അന്ന് ആദ്യം വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് 1200 രൂപയായിരുന്നു ചോക്കിന്. അതാണ് ഒരു കാരണം. 84 1200 രൂപയാണ് ചോക്കിന്. അത് കാരണം ആരും തൊടില്ല. അതായിരുന്നു ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ചോക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് ചോക്ക് വെച്ച് ഓടിക്കുന്ന വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ കിട്ടുന്ന വണ്ടി വരെ എനിക്കറിയാം. ഈ സാധനം കാരണം 30 കിലോമീറ്റർ 35 കിലോമീറ്റർ 40 കിലോമീറ്റർ പറഞ്ഞാൽ മാക്സിമം ആണ്. കിട്ടില്ല. അതാണ് ഇതിനൊരു പേര് ദോഷം ഉണ്ടായിരുന്നത്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ മേടിച്ച് ഈ ചോക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 കിലോമീറ്റർ 55 കിലോമീറ്ററിന് ഇടയിൽ മൈലേജ് കിട്ടും. ചില കാര്യം കൊണ്ടാണ് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 50 കിലോമീറ്റർ കിട്ടും 55 കിലോമീറ്റർ കിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സംഭവം ചെയ്യണം. ചെയ്യാം. അപ്പോൾ ഇതാണ് ആൾക്കാർ ഈ വണ്ടിനെ വേഗം ഒഴിവാക്കിയതും ഇവൻ തിളങ്ങാണ്ട് പോയത്. സെക്കൻഡ് ഹാൻഡ് മേഖലയിൽ ഇവൻ തിളങ്ങാണ്ട് പോയതല്ലേ. അപ്പോൾ അത് അത്രയും ചെയ്താൽ മതി. ചോക്ക് സെറ്റിങ് ചെയ്യണം. ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് RX100 പോകുന്നില്ല, അതിന്റെ ഒപ്പം പോകും. 2 സ്ട്രോക്ക് ആയതുകൊണ്ട് പിടിക്കാം. ആയതുകൊണ്ട് സ്കൂട്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യമില്ല. RX100 ഒപ്പം പോകും. പിന്നെ കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ചോക്ക് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പക്കിയായി. ഇപ്പൊ നമുക്ക് ഈ വണ്ടി എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? 50 കിലോമീറ്റർ 55 കിലോമീറ്റർ 50-55 മൈലേജ് സാധനത്തിന് കിട്ടും. അപ്പൊ ചോക്കാണ് ഇതിന് സെറ്റ് ചെയ്യേണ്ടത്. ചോക്ക് സെറ്റിംഗ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭൂഷൺ ചേട്ടാ, എങ്ങനെയാണ് നമ്മുടെ ഈ ഹോണ്ടയുടെ കൈനറ്റിക് ഹോണ്ട എങ്ങനെയാണ് ഇവിടേക്ക് വരാണ്ടായ സാഹചര്യം? എന്താണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഗിയറുള്ള സ്കൂട്ടറുകൾ ലാംബർട്ട, ഈ സൂപ്പർ, ചേതക്ക് ഇതൊക്കെയാണ് അന്ന് വാണിരുന്നത്. ആ സമയത്ത് കൈനറ്റിക് കമ്പനി ഒരു പുതിയൊരു ഐഡിയ ഗിയറില്ലാത്ത സ്കൂട്ടർ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഹോണ്ട ലീഡ് എന്ന് പറയുന്നൊരു മോഡലാണ് ഈ വണ്ടി. ഹോണ്ട ലീഡ് അങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ആകെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല, കാർബറേറ്റർ. അതെല്ലേ, ഏത് കാർബറേറ്റർ ഫസ്റ്റ് വെച്ചിരുന്നത്? കെഹിൻ എന്ന് പറയുന്ന കാർബറേറ്ററാണ്. ഹോണ്ട വണ്ടിയുമെല്ലാം കെഹിനാണ്. കെഹിൻ എന്ന് പറയുന്ന മോഡലിൽ കാർബറേറ്ററാണ് വെച്ചിരുന്നത്. ഓട്ടോമാറ്റിക് ചോക്ക് ഇത് രണ്ടും ചേർന്നപ്പോൾ പണിപാളി. കെഹിൻ കാർബറേറ്റർ തന്നെ കൊള്ളില്ല. പിന്നെ ഓട്ടോ ചോക്കും കൂടി കയറിയപ്പോൾ നശിപ്പിച്ചു കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും സുസുക്കിയുടെ അതുപോലെ തന്നെ കൈനറ്റിക് ഹോണ്ട, ഇത് രണ്ടും എഞ്ചിന് യാതൊരു കേടും പറ്റില്ല. ക്രാങ്ക് ഉണ്ടല്ലോ, ക്രാങ്കിന് യാതൊരു കേടും വരില്ല. പിന്നെയും ഇതിന്റെ പിസ്റ്റൺ പെട്ടെന്ന് തേഞ്ഞു പോകും. 30,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ഇതിന്റെ തേഞ്ഞു പോകും. സുസുക്കിയുടെ അതും തേയില്ല, 1,00,000 കിലോമീറ്റർ പോകും. സുസുക്കിയുടെ നന്നായി ഓടിക്കോളൂ. നന്നായി ഓടും. ഇതിന്റെ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ സിലിണ്ടറാണ്, വളരെ ചെറിയ സിലിണ്ടറാണ്. അതുപോലെ 5 പോർട്ടുണ്ട്. 5 പോർട്ടാണ് ഇതിന്റെ
ഇതല്ലേ ഇത് 5 പോർട്ട് എഞ്ചിനാണിത്. ഓ അത് സൂപ്പറായി. 5 പോർട്ട് എഞ്ചിനാണ്, ചെറുതാണെങ്കിലും യമഹയുടെ 7 പോർട്ട് ആയിരുന്നല്ലോ, അതുപോലെ ഇതിന് 5 പോർട്ട് വന്നിരുന്നു. അപ്പോൾ ടോട്ടലി കുഴപ്പമില്ലാത്ത ഒരാളാണ്. അത് കാരണം പിക്കപ്പ് ഭയങ്കര പിക്കപ്പ് ഉണ്ട്. ഭയങ്കര പിക്കപ്പ്. ഓട്ടോ ചോക്ക് എപ്പോഴും വർക്ക് ചെയ്യണ കാരണം മൈലേജ് എന്നൊരു സാധനം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇവർക്ക് പാളിയത്. അവിടെയാണ് പാളിച്ച പറ്റിയത്. അതെ അല്ലേ? അത് ആർക്കായാലും ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. ഈ കോൾഡ് കൺട്രീസിൽ ഉപയോഗിക്കുന്ന കാർബറേറ്ററും അതൊരു മാറ്റാനൊരു ബോധം കാണിച്ചുകൂടായിരുന്നു. അവർ ചെയ്തില്ലാന്ന്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ ഓട്ടോ ചോക്ക് എന്ന് പറഞ്ഞ സംഭവം ഈ ചോക്ക് അങ്ങോട്ട് എടുത്ത് കളഞ്ഞു വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ചോക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട് കാണിക്കും. ചോക്ക് വേണം. അപ്പം നോർമൽ വണ്ടികളുടെ പോലെ സാധാ ചോക്ക് മതി. അത് കറക്റ്റ് സ്റ്റാർട്ടാക്കുന്ന നേരത്ത് മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം. ചോക്കായിരുന്നു നമ്മൾ ചെയ്താൽ മാത്രം അത് വർക്കാവും. ഇത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, അതെ അതെ അതെ. അപ്പൊ തുടങ്ങണ് ചോക്കുമ്മ വേറെ റിസ്ക് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ പിന്നെ ആൾ ഓഫാൻ വൈകും, സമയം എടുക്കും, അപ്പോഴേക്കും പെട്രോളൊക്കെ തീരും. ഇതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം. അത് ശരി. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഈ സാധനം ഇപ്പൊ ഈ ഓട്ടോ ചോക്ക് പരിപാടി ഇപ്പൊ ചേട്ടൻ അത് മാറ്റി എന്താ ചെയ്തേ? എങ്ങനെ ചെയ്തു? എന്തിട്ട് സെറ്റിംഗ് ചെയ്തത്? ചോക്ക് എന്ന് പറഞ്ഞ യൂണിറ്റ് അയച്ചെടുത്ത് കഴിഞ്ഞാൽ അത് സ്പാൻഡർ പിടിക്കാൻ ഒരു പാട് കാണും. ആ പാട് വെച്ച് അത് അയക്കുക. അത് കഴിഞ്ഞിട്ട് ഈ നീഡിലുണ്ടല്ലോ, നീഡില് ഇതിന്റെ സീറ്റും ഉണ്ട്. സീറ്റ് കുറച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ഉണ്ടോന്ന് നോക്കും. അത് അല്ലെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആയി എന്ന് പറയുമ്പോൾ പിന്നെ ഓട്ടോ ചോക്ക് പരിപാടി സമയം എടുക്കും. കറക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോക്ക് സെറ്റിംഗ് കറക്റ്റ് ആയി അർത്ഥം. അപ്പൊ സ്റ്റാർട്ടിങ് പെട്രോൾ ഇല്ലെങ്കിൽ മാത്രം ആള് ആയിക്കോളും. അങ്ങനെ തന്നെ അവൻ തന്നെ കറക്റ്റായി ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സെറ്റിങ്ങിൽ ചേട്ടൻ മാറ്റം വരുത്തി. അതുകൊണ്ട് ഇപ്പോൾ വണ്ടിക്ക് മാന്യമായ മൈലേജ് സുഖമായിട്ട് ഓടിച്ചിട്ട് നടക്കാം. ഓക്കെ. അപ്പോൾ ഭൂഷൺ ചേട്ടാ, അപ്പോൾ ഈ ചേട്ടൻ ഈ വണ്ടി എടുക്കാൻ ഇങ്ങനെ ഒരു വണ്ടിയിലേക്ക് എത്താൻ്റെ സാഹചര്യം എന്താ ഇഷ്ടം കൊണ്ടാണോ? അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ എല്ലാം പഠിക്കുന്ന കാലം തുടങ്ങി കോളേജ് പഠിച്ചപ്പോഴാണ്, കോളേജിൽ ചേർന്നപ്പോഴാണ് വണ്ടി അല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്കൂട്ടറുമായിട്ട് ബന്ധം വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സ്കൂട്ടറുകൾ എല്ലാം മേടിച്ച് ഉപയോഗിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായി. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സ്കൂട്ടർ വിൽക്കും, വേറൊരു വണ്ടി മേടിക്കും. രാജ്ദൂത്, SD, ബുള്ളറ്റ്, RX100, സുസുക്കി, അതേപോലെ കാനിറ്റി കൊണ്ട് മേടിച്ചു. കാനിറ്റി കൊണ്ട് മേടിച്ചു കഴിഞ്ഞപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതാണ് പണി ശരിക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യൂ. 10,000 കിലോമീറ്റർ കഴിയുമ്പോഴേ ഇതിൻ്റെ വേരിയേറ്ററും ക്ലച്ചും അഴിച്ച് ഗ്രീസ് ചെയ്യാം. കറക്റ്റ് പണി ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഈ വണ്ടി നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം. അത് ഇപ്പോഴത്തെ ഹോണ്ട ഈ ഗിയർലെസ് സ്കൂട്ടറുകൾക്ക് എല്ലാം ഉള്ള സ്വഭാവമാണ്. എല്ലാ ആൾക്കാരും മേടിച്ച് സ്കൂട്ടർ മേടിക്കും, ഓടിക്കും. ഇതിന് എങ്ങനെ എന്താണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് അറിയില്ല. ഇതിന്റെ ഒരു ക്യാരക്ടർ അറിയില്ല. മെക്കാനിക്കുമാർക്ക് അറിയില്ല. അതുമില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നമായിരുന്നത്. മര്യാദക്ക് ഇതിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഇവനെ വെല്ലാനൊരു എന്താണ് ഷോപ്പ് മാനുവല് നോക്കാതെ നമ്മൾ തന്നെ തീരുമാനിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി മേടിക്കാം. അങ്ങനെ ഞാൻ വണ്ടി മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് വണ്ടി എല്ലാം അഴിക്കും. ക്രാങ്ക് ഒക്കെ മാറ്റേണ്ടതിന് മാറ്റും. വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ബെയറിങ്ങുകൾ എല്ലാം കംപ്ലീറ്റ് റിപ്പയർ മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുള്ളൂ. ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ പോക്കാണ്, അത് നന്നാക്കും. അതൊക്കെ ചെയ്തു. ബാക്ക് സസ്പെൻഷനും അതേപോലെ തന്നെ ബുഷൊക്കെ മാറ്റും. അതൊക്കെ ചെയ്തു. എല്ലാം ചെയ്തു. എല്ലാ ബുഷുകളും കറക്റ്റ് ആണോ നോക്കും. അത് മോശമാണെങ്കിൽ മാറ്റും. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റിയറിംഗ് സ്റ്റെംപയറിംഗ് അതൊക്കെ മാറ്റി. സ്റ്റിയറിംഗ് സ്റ്റെംപയറിംഗ് കൈനറ്റിക് ഹോണ്ടയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. ജെമ്മ ഉണ്ടെങ്കിൽ പോകില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ഇതിന്. ആ ഗുണം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ക്വാളിറ്റി ഉള്ള സാധനം. സ്റ്റിയറിംഗ് സ്റ്റെംപയറിംഗ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ ക്യാരക്ടർ അറിഞ്ഞ് ഇത് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. ഏറ്റവും നല്ല വണ്ടിയാണ്. അത് കാരണമാണ് 5 വണ്ടി ഉണ്ടായിരുന്നു എനിക്ക്. ഈ സാധനം മാത്രം RX100 2 മേടിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് 5 മേടിച്ചു. 5 മേടിച്ചു. ഇത് 6ാമത്തെ വണ്ടിയാണ്. അത് ശരി. അപ്പൊ ചേട്ടാ ഇതിന്റെ ഒരു പ്രേമിയാണ്. ഇതിന്റെ ഗുണങ്ങൾ അറിയാവുന്നത് കൊണ്ട്, ഇതിന്റെ പണി അറിയാവുന്നതുകൊണ്ട് ഇതിന്റെ ഒരു പ്രേമിയാണ് അല്ലേ? എനിക്ക് അറിയാവുന്ന
അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി നമ്മൾ ഇനി ആർക്ക് സെക്കൻഡ് എടുത്താലും അതിൽ ചോക്ക് സെറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി തെളിഞ്ഞു. ആ അത് ശരി. അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ മെക്കാനിക്കിൻ്റെ അടുത്ത് അറിഞ്ഞ് ചെയ്യിപ്പിക്കണം ഈ സംഭവം. അതാണ് ഇത് വേണ്ടത്. അതാണ് ഇതിന് മൈലേജ് കിട്ടാത്ത മെയിൻ പ്രശ്നം അല്ലേ? ഓക്കെ. ഈ ആലുവ ഡീലർ എൻ്റെ അടുത്ത് ചോദിച്ചു, മെക്കാനിക്കുമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? ആ അത് ശരി. എന്നിട്ട് അത് പക്ഷെ പിന്നീട് ഞാൻ പോയില്ല. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓക്കെ, അങ്ങനെ ചോദിച്ചിരുന്നു ചേട്ടൻ ഒരു അറിവ് വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഭൂഷൺ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഈ ഹോണ്ട കൈനറ്റിക് ഹോണ്ടയുടെ വലിയൊരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അധികം പേർക്ക് അറിയാത്തൊരു പ്രശ്നമാണ് ഈ സംഭവം. കേരളത്തിൽ നല്ല ആ ഇന്ത്യയിൽ തന്നെ ആർക്കും അറിയാത്തൊരു പ്രശ്നമാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വണ്ടി കുറേ ആൾക്കാർ പിന്നെ യൂസ് ചെയ്തേനെ. ഇതിപ്പോൾ മൈലേജിലാന്ന് പറഞ്ഞാൽ എല്ലാവരും പൊളിക്കാൻ കൊടുത്തു, കണ്ടമാനം പൊളിച്ചു പോയി ഈ വണ്ടി. അപ്പോൾ നല്ലൊരു വണ്ടി, കളയേണ്ട ഒരു വണ്ടിയല്ല, അത്ര നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഭൂഷൺ ചേട്ടൻ നമുക്ക് വേണ്ടി ഇതിൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞു തന്നു, നമുക്ക് വേണ്ടി ഈ സംഭവം ചെയ്തു തന്നതിന്. അപ്പോൾ ഓക്കെ ഭൂഷൺ ചേട്ടാ, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ വീഡിയോൻ്റെ ഒരു കണ്ടൻറ്റ്. നമ്മൾ ഇത് ചോക്ക് സെറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വണ്ടികളുള്ളവർ മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ചോക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം, പെട്ടെന്ന് അടയാവുന്ന രീതിയിൽ. അതായത് ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അടയണം, എന്നാൽ മാത്രമേ പെട്രോൾ വരവിൽ കുറയുള്ളൂ, മൈലേജ് കിട്ടുള്ളൂ. ആ രീതിയിൽ സെറ്റ് ചെയ്യണം. അത് അറിയുന്നവരടുത്ത് കൊടുത്ത് സെറ്റ് ചെയ്യിക്കണം. നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ പിന്നീട് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ മെക്കാനിക്കിനെ കൊണ്ട് പറഞ്ഞ് സെറ്റ് ചെയ്യിപ്പിച്ചാൽ മതി, വേഗം ഇത് ക്ലോസ് ആവണം. അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം കേട്ടോ. അപ്പോൾ പെട്രോൾ വരവ് നിൽക്കും, മൈലേജ് നന്നായി കിട്ടും. എങ്ങനെ പോലും നല്ല രീതിയിൽ സെറ്റ് ചെയ്താൽ 50+ ഉറപ്പ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കൈനറ്റിക് ഹോണ്ട മൈലേജ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും കളയരുത്, അത്ര നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുക, നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം കേട്ടോ.